ലോകമെമ്പാടും ഉള്ളതായിരിക്കുന്ന വിശുദ്ധ ജനത്തോട് ചേർന്ന് 2020 ജൂൺ മാസം 14 ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഇന്ന് ലോകം COVID-19 പാൻഡമിക് കൊറോണ വൈറസിൻ്റെ ഭീതിയിൽ വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ചാഞ്ചല്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നാം ഈ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന പോലെ, കർത്താവേ, ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ലോക നേതാക്കന്മാർ പോലും പകച്ച് നിൽക്കുന്നതായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയവനായ ദൈവം, ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നവനായ ദൈവം, ചരിത്രത്തിൽ ജീവിക്കുന്നവനായ ദൈവം, ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനായ ദൈവം, ആ വലിയവനായ ദൈവം നമ്മുടെ നാഥനാണ്, നമ്മുടെ ഉടയവനാണ്. ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. നിൻ്റെ കയ്യല്ലോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായിരിക്കുന്ന നമ്മുടെ കർത്താവിനോട്, നാം പ്രാർത്ഥിക്കുന്ന, യാചിക്കുന്ന, അപേക്ഷിക്കുന്ന കർത്താവിനോട് ഈ വ്യാധിയിൽ നമ്മുടെ രാജ്യത്തെ, ലോകത്തെ രക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം മനസ്സിലാക്കുന്ന പോലെ വളരെയേറെ പ്രയാസ പ്രതികൂലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ലോകമൊട്ടുക്ക്. അനേകർ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് മാറ്റപ്പെട്ട് കഴിയും. അനേക ലോകത്തിൻ്റെതായിരിക്കുന്ന കെടും ഭീതിയിൽ ഇപ്പോഴും വ്യാകുലപ്പെടുന്നുണ്ട്. ഹോം ക്വാറന്റൈനായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വാറന്റൈനായിട്ടും അനേകർ ഇന്നും ഈ ലോകത്തിൻ്റെ അടിമയിൽ കഴിയുന്നു. ഇതുവരെയും ഇതിന് പരിഹാരം കാണുവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. എന്നാൽ പരിഹാരം ദൈവത്തിൻ്റെ പക്കൽ മാത്രമാണ്. നാം ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, നാം പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്, ദൈവജനം സംസാരിക്കുമ്പോൾ വിടുതലുണ്ട്. ആ വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ ആരാധന ആ നിലയിൽ നമുക്ക് അനുഗ്രഹമായിരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ആരാധന നടക്കുന്നത് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദക്ഷിണ ഡയോസിസിൻ്റെ ആസ്ഥാനമായിരിക്കുന്ന, ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന പാരിസ് മൗണ്ടിലുള്ളതായിരിക്കുന്ന വാളകം ഇടവകയിൽ ക്രമീകരിച്ചുകൊണ്ടാണ്. ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഏവരെയും കർത്തനാമത്തിൽ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ ആരാധനയിൽ ഒരുമിച്ച് പങ്കുചേരാം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭിക്കും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ ഈ രാവിലെ സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ലോകമെമ്പാടുള്ളതായിരിക്കുന്ന വിശുദ്ധ ജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടെ ദൈവം നമ്പുരാൻ ഞങ്ങൾക്ക് ദാനം ചെയ്ത് ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുകയാണ്. 2020 പ്രാരംഭ മാസം മുതൽ ഈ 6-ാം മാസത്തിൻ്റെ 2-ാം ആഴ്ച വരെയും വലിയവനായ ദൈവത്തിൻ്റെ കാവലും പരിപാലനവും നോട്ടവും ബലഹീനരായ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ, രാജ്യത്തിൻ്റെ മേൽ, ജനങ്ങളുടെ മേൽ ഉണ്ടായിരുന്ന ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യും. പ്രത്യേകിച്ച് ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്നതായിരിക്കുന്ന COVID-19 കൊറോണയുടെ ഭീതിയിൽ ജനങ്ങൾ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സകലത്തിൻ്റെയും പരിഹാരകനായിരിക്കുന്ന, ഞങ്ങളുടെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനായിരിക്കുന്ന, ഞങ്ങളുടെ സകല ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ദൈവമേ അവിടെ ഒരുക്കിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യും. ഈ നാളുകളിൽ ഈ വലിയ മഹാമാരിയുടെ ഭീതിയിൽ ഞങ്ങളുടെ ദേശം, രാജ്യം, ലോകം ഒരുപോലെ ഭാരപ്പെടുന്ന അവസ്ഥയാണ്. കർത്താവേ, അവിടുന്ന് മാത്രമേ ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരം തരുവാനായിട്ട് കഴിയുള്ളൂ. അവിടുന്ന് ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നവനും, ചരിത്രത്തിൽ ജീവിക്കുന്നവനും, ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനും, ലോകത്തെ ഭരിക്കുന്നവനുമായിരിക്കുന്ന ദൈവം, രാജാതിരാജാവ് ആയിട്ടുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ ദൈവമാണ്. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മഹാമാരിയെ ഈ ഭൂമിയിൽ നിന്ന് അത്രയും വേഗം
അവിടുന്ന് തുടച്ചു നീക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേക പ്രിയപ്പെട്ടവർ ഇതിനോടകം ലോകത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞു. അനേകരെ രോഗബാധിതരായി തീർന്നിരിക്കുന്നു. ദേശം വളരെയേറെ ഭീതിയിൽ കൂടെ മുൻപോട്ട് പോകുന്നു. ലോക നേതാക്കന്മാർ പകച്ചു നിൽക്കുന്നു. ഇങ്ങനെയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനുഷികമായ പ്രവൃത്തികൾക്ക്, മനുഷ്യൻ്റെ ജ്ഞാനത്തിന്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു ഇൻവിസിബിളായിരിക്കുന്ന, ഫേസ്ലെസ് ആയിരിക്കുന്ന ഈ കർത്താവെ, ഈ അണുബാധയുടെ മുമ്പിൽ മനുഷ്യന് ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിലെ കരങ്ങൾ നീട്ടി കർത്താവെ, ഞങ്ങളുടെ ദേശത്തെയും രാജ്യത്തെയും ഞങ്ങളുടെ ജനങ്ങളെയും അവിടുന്ന് വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നാഥായ നാളുകളിൽ കർത്താവെ, ഞങ്ങളുടെ അനേകർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരായിട്ടുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് കഴിയുന്നവരായിട്ടുള്ളവരുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കൂടെ മുൻപോട്ട് പോകുന്നവരായിട്ടുണ്ട്. ജോലി ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ തലമുറയോ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കാലഘട്ടത്തിലേക്ക് മുൻപോട്ട് നീങ്ങുമ്പോൾ കർത്താവേ, ഇതിൻ്റെ പരിഹാരം അങ്ങയുടെ പക്കൽ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഏത് സമയത്തും ഏത് വേളയിലും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ധൈര്യത്തിനായിട്ട്, യോഗ്യതയ്ക്കായിട്ട്, അംഗീകാരത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. ഇന്ന് പോൽക്കാലം ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ അവിടുത്തെ നാമം മാത്രം ഉയർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവെ, അവിടുന്ന് മാത്രം ഉയർന്നിരിക്കണം. അവിടുത്തെ സഭ ഉയർന്നിരിക്കണം. നിന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പകരണം. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ശുശ്രൂഷകളും എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണി വഹിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ സഭാവ്യത്യാസം കൂടാതെ കർത്താവെ കാണുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ദേവാലയങ്ങളിൽ പോയി ആരാധിപ്പാൻ സാധിക്കാതെ വരുന്ന ഈ സന്ദർഭങ്ങളിൽ കർത്താവിനെ ആരാധിപ്പാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം മുന്നമേ അതിൻ്റെ മാർഗങ്ങളെ ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ തിരുമേനി ആഗതനാകുമെന്ന് കർത്താവെ അവിടുന്ന് മുന്നമേ അരുളി ചെയ്തിട്ടുണ്ട്. അതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. സകലവും അറിയാവുന്നവനായിരിക്കും ദൈവം തമ്പുരാൻ എല്ലാം മുന്നമേ കൂട്ടി കാര്യങ്ങളെ ക്രമീകരിക്കുന്ന ഒരു ദൈവമാണ്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളെ മൊത്തമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സഭാവിശ്വാസികളെ, ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ പാർക്കുന്ന എല്ലാ സഭാവിശ്വാസികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം, മാനവും മഹത്വവും തിരുമേനിയെടുക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇപ്പോൾ കൊയർ സുവിശേഷ ഗാനാവലിയിൽ നിന്നും 2 പാട്ടുകൾ പാടുന്നതാണ്. സുവിശേഷ ഗാനാവലിയിൽ നിന്നും കൊയർ യേശു എൻ ആത്മസഖേ സുവിശേഷ ഗാനാവലി 410 പാട്ടും ആരാധ്യനെ സമാരാധ്യനെ സുവിശേഷ ഗാനാവലി 130 ഗാനവും പാടി ദൈവത്തെ മഹത്വപ്പെടുന്നതാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളോട് കൃപ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. കർത്താവിന്റെ പ്രാർത്ഥന രണ്ടാം പുറം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ദൈവമായ കർത്താവേ, ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായ ഞങ്ങളുടെ കർത്താവും ദൈവമായ മശിഹായെ നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. 51-ാം സങ്കീർത്തനത്തിൽ നിന്നും അനുതാപത്തിന്റെ സങ്കീർത്തനം. അനുതാപ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുചൊല്ലാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിലിരിക്കുന്നു. സംസാരിക്കുമ്പോൾ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീച്ചിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ശുദ്ധീകരിക്കണമേ. ദോഷമാനെന്നോ എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. വഴികളെ ഉപദേശിക്കും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ തന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും.
എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. അനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ അന്യായം തകർന്നിരിക്കുന്ന മനസ്സ്, നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നിന്റെ യാഗങ്ങളിലും ഹോമയാഗങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനുത്തരമായ പിതാവാം ദൈവമേ, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ഏകയാശ്രയവും നീ മാത്രമാകുന്നു. ബഹുരങ്ങളും നീചങ്ങളുമായ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് നൽകിയ ഈ അവസരത്തിനായിട്ട് നിനക്ക് സ്തുതി. അനുതാപ ഹൃദയത്തോടെ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്ന ഏവരെയും സ്വീകരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ തൃക്കാരുണ്യത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ മോഹിച്ചിരിക്കുന്നു എന്നുള്ള ദൃഢവിശ്വാസത്തിൽ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ മശിഹാ നിമിത്തം ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഇനി അറിയാവിൻ്റെ പാട്ട് 10 എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെറിച്ചിരിക്കുന്നു. വിശന്നിരിക്കുന്നവർ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അനുസരിച്ചതുപോലെ അബ്രഹാമിനോട് സന്തതിക്കും തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 148 സങ്കീർത്തനത്തിൽ നിന്നും യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സൈന്യമേ അവനെ സ്തുതിപ്പിൻ. സൂര്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കാൻ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. ഭൂമിയിൽ തീയും കൽമഴയും ഹിമോവായും അവന്റെ വചനം വീക്ഷിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ വൃക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായ തന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമേൻ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും കുറ്റക്കാരുമായ ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലവും സമയവും ഉന്നതങ്ങളുടെ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനം നിരപ്പും മനുഷ്യർക്ക് പ്രത്യാശയുണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിന്നെ അറിയിക്കുകയും നിന്റെ മഹത്വത്തിന് ശ്രേഷ്ഠ നൃത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധാത്മാവിലൂടെ ദൈവമേ, പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ ചുമന്നടിക്കുന്ന ഞങ്ങളുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്നവനെ, നിന്റെ ചെവിയാഴ്ചകളുടെ അപേക്ഷ കൊള്ളണമേ. നിന്റെ പിതാവിന്റെ വലത്തുഭാഗത്തോടിരിക്കുന്നവനെ ദയതോടെ അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു.
പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധാത്മാവിലൂടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. ആമേൻ. ഇപ്പോൾ 1-2 പാഠങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതായിരിക്കും. ഒന്നാം പാഠമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഐസയ ചാപ്റ്റർ 41 വേഴ്സസ് 1 to 29. ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മിണ്ടാതെ ഇരിപ്പീൻ. ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്കുനിന്ന് ഉണർത്തിയത് ആർ? അവൻ ജാതികളെ അവൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴിക്കുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവർ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താവടി പോലെയും ആക്കിക്കളയുന്നു. അവൻ അവരെ പിന്തുടർന്നു നിർഭയനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽ വെച്ചല്ല അവൻ പോകുന്നത്. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു? ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരുടെ കൂടെ അനന്യനും ആകുന്നു. ദ്വീപുകൾ കണ്ടു ഭയപ്പെട്ടു, ഭൂമിയുടെ അറുതികൾ വിറച്ചു. അവർ ഒന്നിച്ചു കൂടി അടുത്തു വന്നു, അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞ് ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലാതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവൻ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ ആകും. നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവൻ വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രന്മായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവൻ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിൻ്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ ഇന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ടു വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയും ആകുന്നു. നിങ്ങളെ ഭരിക്കുന്നവൻ കുൽസിതനത്രേ. ഞാൻ ഒരുത്തനെ വടക്കുനിന്ന് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ചു, അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്നു ചെടിയെപ്പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാൻ എന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും
ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ? പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്കു കേൾപ്പാനോ ആരുമില്ല. ഞാൻ ആദ്യനായി സിയോനോട്, ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു. യെരുശലേമിന് ഞാനൊരു സുവാർത്താദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാറെ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനും ഇല്ല. അവരെല്ലാവരും വ്യാജമാകുന്നു. അവരുടെ പ്രവൃത്തികൾ നാസ്തിയത്രേ, അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. 10-ാം വാക്യം മനപ്പാഠം. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ താങ്ങും. ഇങ്ങനെ 1-ാം പാഠമായ ഇവിടെ അവസാനം. പാഠഭാഗമായി വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 to 13. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, കർത്താവ് ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിയെയും സിന്ധുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവയെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്തും മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായുള്ളതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുൻപേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നുവെങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. മനപ്പാഠവാക്യം 6-ാം വാക്യം മനപ്പാഠം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാവരിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഇവിടെ 2-ാം ഭാഗം അവസാനം. ജീവിതമാരുവിൽ നീ തളരുകയോ
ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം പരിശുദ്ധാത്മാ നിറവിന് വേണ്ടിയുള്ളതായിരിക്കുന്ന അപേക്ഷ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ പുത്രനെ അയച്ച് നിന്നെ തന്നെയും നിന്റെ ഒരു സ്നേഹത്തെയും ആ സ്നേഹം നൽകുന്ന സകല അനുഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പെന്തിക്കോസ്ത് നാളിൽ അയച്ചു തന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ വാഞ്ചിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു തീരാത്ത ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളും ദൈവസ്നേഹവും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയണമേ. ക്രിസ്തുവിൻ്റെ മനസ്സ് ജീവനും കൊണ്ട് നിറഞ്ഞ് യേശുവിനെ പോലെ ആകുവാനും പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവേ, ഞങ്ങളുടെ ജീവിത വിജയത്തിനും പ്രവർത്തനങ്ങളുടെ ഉന്നമനത്തിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചോദിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും അനുസരിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിനെ നൽകാവുന്ന വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും അടുത്തു വന്ന യാചിക്കുന്ന അവിടുത്തെ മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് തിരുമേനിയെ മഹത്വപ്പെടുത്തുവാനും ദിവ്യവരങ്ങളാൽ ദൈവികമായ വ്യാപാരം ചെയ്ത് യജമാനാദായം വരുത്തുവാനും ഞങ്ങളെ സഹായിക്കുകയും നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കുള്ളവനാകുന്നു. തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. 63-ാം സങ്കീർത്തനം. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണങ്ങൾ പോലെ തൃപ്തി വരുന്നു. എന്റെ നിന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചെറിയ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. എന്നാൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സന്ധിച്ചിരുന്നവരും എങ്കിലും അടഞ്ഞു പോകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, അഗ്നിമയന്മാരും ആത്മയന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്ത് ചൊല്ലുന്നു. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെയിൽ നിന്നുള്ള നിന്റെ വേർതിരിപ്പിനെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ
ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നീ എഴുന്നള്ളി വഴുതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിൻ്റെ സകലസന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. സുവിശേഷം വായിക്കുന്ന ഭാഗമാണ്. നമുക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നൽകുന്ന പ്രസംഗം 6-ാം അധ്യായം 25 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നും. Gospel according to Matthew chapter 6 verses from 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളുടെ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോടും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. നമുക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമേ, ഭൂലോകമുള്ള നിർവിസഭയ്ക്ക് വേണ്ടി, വിശേഷാൽ അതിൻ്റെ ഒരു ഭാഗമായ സെന്റ് തോമസ് ഇവാഞ്ചലിക ചർച്ച് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഇതിന് ധാരാളമായി നൽകണമേ. സത്യത്തിൻ്റെ വചനത്തെ ശരിയായി ഭാഗിച്ചു കൊടുക്കുന്ന നിന്റെ സകല മക്കളെയും, ഞങ്ങളുടെ പ്രസിഡന്റ് ബിഷപ്പിനെയും, ബിഷപ്പുമാരെയും, പട്ടക്കാരെയും, സുവിശേഷകരെയും, സേവന്മാരെയും, സഭാംഗങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും, പ്രത്യേകമായി ഇന്ത്യ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും, മന്ത്രിമാർക്കും, പാർലമെന്റ് അംഗങ്ങൾക്കും, നിയമസഭകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും അറിവും നന്മച്ചതിൽ വിശാലമുള്ള സംസ്കരണ ബുദ്ധിയും ദൈവാശ്രയം കൊടുത്ത് നിന്റെ നോട്ടത്തിന് ഇടവരെ നടത്തുമാറാകണമേ. ഇപ്പോൾ ഈ ആഴ്ചയിൽ ജന്മദിന സ്തോത്രമുള്ളവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരായ പ്രിയപ്പെട്ടവർക്കുമായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. സഭയുടെ വിവിധരായിരിക്കുന്ന ഭാഗങ്ങളിൽ, ഇടവകളിൽ ഈ ദിവസങ്ങളിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരും, ദാമ്പത്യ ജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് കാലൊന്നായ ദമ്പതിമാരും, പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ആയുസ്സിൽ ഒരവസരം കൂടെ തരുന്നു എന്നുള്ളത് വലിയ വിലപ്പെട്ടതായിരിക്കുന്ന സംഗതിയാണ്. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ, ഈ കൊറോണ വ്യാധിയുടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും പരിപാലനവും നാം ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും പ്രവർത്തനങ്ങളിലൊക്കെയും നാം സൂക്ഷ്മതയുള്ളവരാണ് എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ നമ്മുടെ കൂടെ ഉണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നാൾ വരെയും ഏതെല്ലാം അനുഭവങ്ങൾ കൂടെ നമ്മൾ കടന്നുപോയി, അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരങ്ങൾ നമ്മെ നീട്ടി നമ്മളെ വിടുവിച്ച ഓർത്ത് ദൈവത്തെ സ്തുതിക്കും, സ്തോത്രം ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുമിച്ച് സഭയായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ
കുടുംബജീവിതത്തിലെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും. കുടുംബം ദൈവഭൂമിയിൽ സ്ഥാപിച്ചതാണ്. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായിരിക്കുന്നവൻ കർത്താവാണ്. ആ കർത്താവാണ് കുടുംബജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ ഇതപര്യന്തം ദൈവം നടത്തിയ നന്മകളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. കുടുംബജീവിതത്തിൽ ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ തന്നു, അനുഗ്രഹങ്ങളെ തന്നു, ജീവിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ ദൈവം തമ്പുരാൻ തന്നു. സന്തോഷകരമായിരിക്കുന്ന കുടുംബജീവിതം ദൈവം നമുക്ക് നൽകുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം ഓർത്ത് നാം ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും ഉള്ള അവസരമാണ്. കൊയർ ഒരു ഗാനം ആലപിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നീങ്ങാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ആഴ്ചയുടെ ആരാധനാ മധ്യേ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ ദാനം ചെയ്ത് സന്തോഷത്തോടെ പ്രവേശിക്കുന്നവരായ ദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ എല്ലായിടങ്ങളിലുള്ള സഭാവിശ്വാസികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു വർഷം കൂടെ ജീവിക്കുക, ഒരു ദിവസം കൂടെ ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. കർത്താവെ, ജീവിതത്തിൻ്റെ ഈ നാൾ വരെയും നിന്റെ കുഞ്ഞുങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, പകർച്ചവ്യാധികൾ, വിവിധങ്ങളായിരിക്കുന്ന പോരാട്ടങ്ങളുടെ നടുവിൽ ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ജീവിക്കുവാനും ഒരു പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുവാനും കർത്താവെ ഇടയായതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആണ്ടുകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഞങ്ങളെ വിട്ട് കടന്നു പോകും. എന്നാൽ മാറ്റപ്പെടാത്തവനായ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദത്തം, അങ്ങയുടെ കരുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാത്തിൻ്റെ മക്കളെയും ഞങ്ങൾ ഓർത്ത് വൃത്തിയാൽ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ മക്കളുടെ മേൽ ധാരാളം ചൊരിയണമേ. ഈ പുതിയ വർഷം പുതിയ നന്മ, പുതിയ കൃപ, പുതിയ ദർശനം, പുതിയ കാഴ്ചപ്പാട്, പുതിയ പ്രതിഷ്ഠകൾ ഉണ്ടാകുവാൻ തിരുമേനി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗദുഃഖാദികളിൽ നിന്ന് നിൻ്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ഭാഗത്താണ്, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങൾ ഭൂമിയിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. നാഥായ സമയത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കൂട്ടിച്ചേർത്ത നാൾ മുതൽ ഇന്ന് വരെ നിന്റെ വിശ്വസ്തയുടെ കരങ്ങളിൽ നിൻ്റെ മക്കളെ നീ നടത്തിയതോർത്ത് നന്ദിയോട് സ്തോത്രം. കുടുംബം ദൈവത്തിൻ്റെ സ്ഥാപനയാണ്. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് ദൈവം തക്ക തുണയെ ഒരുക്കി കുടുംബജീവിതത്തെ ഭൂമിയിൽ വാഴ്ത്തവനായ കർത്താവെ, അനേക കുടുംബങ്ങളെ നീ ഭൂമിയിൽ സ്ഥാപിച്ച് നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, കർത്താവെ, കുടുംബജീവിതത്തിൻ്റെ നന്മ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒന്നാണല്ലോ. നിൻ്റെ മക്കൾ പ്രവേശിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കാൻ കർത്താവ് ഇടയാക്കണം. ഭവനത്തിനും ദേശത്തിനും രാഷ്ട്രത്തിനും ദൈവത്തിൻ്റെ സഭയ്ക്കും
കുടുംബം ഒരു അനുഗ്രഹമായി തീരേണ്ടത് ആവശ്യമാണ്. എല്ലാറ്റിൻ്റെ അടിസ്ഥാനം കുടുംബമാണെന്നുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നാഥ, അങ്ങയുടെ കരം വെച്ച് നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നായിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. മാനവ മഹത്വം തിരുമേനെടുക്കണം, വരവനായിട്ട് ഞങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സമർപ്പണ പ്രാർത്ഥന 31-ാമത്തെ പുറം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുവല്ല. കരുണയുള്ള കർത്താവേ, നിനക്ക് പഠിപ്പിക്കണമേ. കണക്ക് നോക്കാതെ കൊടുക്കാനും മുറിവുകളെ പോരാടുവാനും സ്വസ്ഥിക്കാനും ഞങ്ങൾ ചെയ്യുന്ന അറിയുന്നൊഴികെ യാതൊരു പ്രയോജനം യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുവല്ല. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവിനും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിലുള്ള ഏകത്വമുള്ളവനും സർവ്വ സൃഷ്ടിക്കും ആധാരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പൊന്തിയോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് എടുക്കപ്പെട്ട് തിരുപ്രകാരം 3-ാം ദിവസം സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ ഉദാഹരണവും അവസാനകാല രാജ്യത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും പിരിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ അനുഗ്രഹിക്കുന്നതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും പിടിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായ ജീവനും വിശുദ്ധിയുടെ ആത്മാവിലും സാർവത്രിക അപ്പോസ്തലനുമായ ഏകവിശ്വാസത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള സ്നാനം ഒന്നു മാത്രമേ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരും ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇപ്പോഴേ വേറെ ഒരു പാട്ട് പാടുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളതായിരിക്കുന്ന സമയം അതിന് വേർതിരിക്കുന്നതുമാണ്.
യാതനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ വിശുദ്ധ ദിവസം ഈ വാളകം ഇടവകയിൽ വെച്ച് നമുക്ക് ആരാധനയോടുള്ള ബന്ധത്തിൽ അനേക വിഷയങ്ങൾ മധ്യസ്ഥ ചെയ്യുവാൻ തക്കോണം പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ഒരു കൂടിവരവോടെ സ്വർഗം അനുവദിച്ചല്ലോ, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം പുറകോട്ട് നോക്കുമ്പോൾ കൊറോണ-19 പകർച്ചവ്യാധിയാൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ മരണത്തിന് വിധേയപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഭീകരമായ പിടിയിൽ അമർന്ന് അനേകർ ഭയത്തോടുകൂടെ കഴിയുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരോഗ്യത്തോട് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരവസരം കൂടെ വേർതിരിച്ചു തന്ന അരുമനാഥനെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നതായ വിഷയങ്ങൾ കേട്ട് മറുപടി പറയുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം കൂടി വരുവാൻ ദൈവം അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകല മാനവും മഹത്വവും നമ്മുടെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ കാലങ്ങളിലൊക്കെ ദൈവം വിജയകരമായി നടത്തിയല്ലോ. ദൈവത്തിൻ്റെതായിട്ടുള്ള സഭ, ദൈവം വിളിച്ചിറക്കിയതായ സഭ എന്ത് ഉദ്ദേശത്തോടുകൂടെ നമ്മുടെ സഭയെ ദൈവം വിളിച്ചു വേർതിരിച്ചോ ആ ഉദ്ദേശം ഈ കാലങ്ങളിൽ നിറവേറ്റിയെടുക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒന്നടക്കമായി ഒരുമിച്ച് ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ ഫലകരമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിമന്യ തിരുമേനിമാർ, പ്രത്യേകിച്ച് പ്രസൈഡിയം ബിഷപ്പ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തിരുമേനിമാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരൊക്കെയും ദൈവിക ദർശനം ലഭിച്ച് നല്ല ആലോചനയോടുകൂടെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി അധ്വാനിപ്പാൻ, പ്രയത്നിപ്പാൻ, പ്രവർത്തിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണം. ആവശ്യമായ ആരോഗ്യം ബലം കൊടുക്കണം. സ്വകീയ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ആത്മനിറവോടുകൂടെ ആ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ബഹുമാന്യരായ എല്ലാ വൈദികരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പട്ടക്കാരുണ്ട്, ചെറുപ്പക്കാരച്ഛന്മാരുണ്ട്, മധ്യവയസ്കരായിട്ടുള്ളവരുണ്ട്. നമ്മുടെ പട്ടത്തെ സമൂഹത്തെ മൊത്തത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സുവിശേഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്ഷീണാവസ്ഥയിലുള്ളവരും വ്യത്യസ്ത പ്രായത്തിലുള്ളവരും നമ്മുടെ മധ്യത്തിൽ പ്രവർത്തകരായിട്ടുണ്ടല്ലോ. സേവന സമൂഹത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ പലരും രോഗികളായി ക്ഷീണിതരായി കഴിയുന്നുവെങ്കിലും അവർ ത്യാഗ മനോഭാവത്തോടുകൂടെ സഭയെ സേവിക്കുന്നു. അവർക്ക് ആവശ്യമായ ആരോഗ്യബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാജനങ്ങളെ നമുക്കാകമാനം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ ആലയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ സഭാജനത്തിന്റെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും ദൈവം മറ്റു മാർഗങ്ങളിൽ കൂടെ ആരാധനയും കാര്യങ്ങളും ക്രമീകരിപ്പാൻ ദൈവം അവിടുന്ന് പദ്ധതികളെ ഒരുക്കുന്നല്ലോ. പ്രത്യേകമായിട്ട് ഇന്ന് പകൽക്കാലം ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ അനേകരെ വീക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, മാത്രമല്ല അവരുടെ ജീവിതത്തിനൊരു നവചൈതന്യം ലഭിക്കുവാൻ, ആ ആരാധനയിൽ സംബന്ധിച്ചു എന്നുള്ള ആത്മസംതൃപ്തി അവരുടെ ജീവിതത്തിൽ ലഭിപ്പാൻ ദൈവമായുള്ള സജീവ ബന്ധം, ദൈവമായിട്ടുള്ള ആത്മീയ ബന്ധം ഒന്നും കൂടെ അതേ അടുത്തു വരുന്ന ഒരു സമയമായി തീരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ഈ ഡയസിസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഡയസിസിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സെക്രട്ടറി സേവനം ചെയ്യുന്ന അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട CK ജേക്കബ് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഡയസിൽപ്പെട്ട എല്ലാ അതേ പട്ടക്കാരെയും നമുക്ക് ഓർക്കാം. സുവിശേഷന്മാരെ, സേവനിമാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ പാലസ് കൊട്ടാരത്തിൽ, അതേ പാലസ് മൗണ്ടിൽ മനോഹരമായിട്ടുള്ള സ്ഥാനത്ത് നമുക്കൊരാസ്ഥാനം ദൈവം ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പണികളൊക്കെ ഇത്രയും പൂർത്തീകരിക്കാൻ സ്വർഗം സഹായിച്ചു. ശേഷിക്കുന്ന പണികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് അതേ ഉദ്ദേശത്തോടുകൂടെ ആരംഭിച്ചോ ആ പ്രവർത്തനം വളരെ വിപുലമായി വിശാലമായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെലവിടുവാൻ അതേ ഉപയോഗിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്ത് ഒരു നല്ല ഇടവക സ്വർഗത്തിലെ ദൈവം നമുക്ക് ലഭിച്ചല്ലോ. കുടുംബങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയിൽപ്പെട്ടതായിട്ടുള്ള അതേ മിസ്സസ് പന്നമ്മ തോമസ് സർജറി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിശ്രമത്തിലായിരിക്കുന്നു. ആ സഹോദരിയുടെ പരിപൂർണമായ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ബിഷപ്പ് തോമസ് എബ്രഹാം തിരുമേനി ഓർക്കാം. ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുന്നല്ലോ. ആവശ്യമായിട്ടുള്ള വിടുതൽ എത്രയും പെട്ടെന്ന് ലഭിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ ഡയസിസിൽ മാത്രമല്ല നമ്മുടെ സഭയിലാകമാനമുള്ള എല്ലാ രോഗാവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെയും ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യം ലഭിപ്പാൻ കൊണ്ടിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ കൊച്ചു കേരളത്തെ ഓർക്കാം, ഇന്ത്യ മഹാരാജ്യത്തെ ഓർക്കാം, ലോകമാകമാനമുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ കാലങ്ങളിൽ നാം അതേ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ആ കൊറോണ, അതിൻ്റെതായിട്ടുള്ള വ്യാപനം, അതേ COVID-19 അതിൻ്റെതായിട്ടുള്ള ഭീകരാവസ്ഥയിൽ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ പകച്ചു നിൽക്കുമ്പോൾ, ആശങ്കയോടുകൂടെ നിൽക്കുമ്പോൾ, നാളെ എന്ത് സംഭവിക്കുമെന്നറിയാൻ കഴിയാതെ വണ്ണം ജനം നിർനിമേഷരായി നിൽക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ മനുഷ്യന് അസാധ്യമെങ്കിലും സകലതും സാധ്യമാക്കുന്ന സ്വർഗം, സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്വർഗം ഈ ദേശത്തെ, നമ്മുടെ ഭൂമിയെ, നമ്മുടെ രാജ്യങ്ങളെ, നമ്മുടേതായിട്ടുള്ള ഭവനങ്ങളെ അതെ ശുദ്ധീകരിക്കുകയും ഒരു ദൈവത്തിന്റെ മഹത്വം ഈ കാലങ്ങളിൽ ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകമാനം അതേ എത്രയും പെട്ടെന്ന് നമ്മുടെ ആലയങ്ങളൊക്കെ തുറക്കപ്പെടണം, ആരാധനകൾ നടത്തപ്പെടണം. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അതേ പൂർവാധികം ഭംഗിയായി, കഴിഞ്ഞ നാളുകളേക്കാൾ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങളിലേക്ക് അതേ മടങ്ങി വരണം. ആ വിധത്തിൽ കാര്യങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിലെത്തുവാൻ ഈ കാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നതായിട്ടുള്ള നല്ല കൂടിവരവിനായി സ്തോത്രം ചെയ്യാം. ഈ കൂടിവരവിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കാം. ഇത് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ക്രിസ്തയേശുവിൽ കൂടെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, തിരുസന്നിധിയിൽ കടന്നു വരുവാൻ നീ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് ഈ ആലയത്തിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു ആരാധന ക്രമീകരിപ്പാൻ അവിടുന്ന് സഹായിച്ചതും. ദേശത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന വിവിധ മാധ്യമങ്ങളിൽ കൂടെ വീക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണെന്ന് ഓർക്കുവാൻ കോണം സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം തിരുസന്നിധിയിൽ സമർപ്പിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും സുവിധത്തിൽ നിന്ന് കേട്ടു, അവിടുന്ന് മറുപടി അയച്ചു. കർത്താവെ, അബലത്തോട് ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ സ്വർഗം ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന്, ഞങ്ങളുടെ ജനത്തിന്റെ ആത്മീയ വർധനവിന് കർത്താവെ മുഖാന്തരമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. നിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വലുതും ചെറുതുമായ ശുശ്രൂഷ എല്ലാവർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പേര് പറയപ്പെട്ട രോഗികളായ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓർമ്മയിലോ ഞങ്ങളുടെ അറിവിലോ പെടാത്ത അനേകം രോഗികളായിട്ടുണ്ട്. അവരെ എന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, ക്വാറന്റീനിലും അതുപോലെ അതേ ഐസൊലേഷനിലൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമായ കർത്താവെ, പ്രവാസികളായി അനേകർ ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക്, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള വ്യാപനം ഗുരുതരമായി തീരാതെ വണ്ണം കർത്താവെ, എന്റെ മക്കളെ എല്ലാവരെയും അങ്ങ് സഹായിക്കുകയും നിയന്ത്രിക്കുകയും ദൈവത്തിന്റെ പരിപാലനം ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഭവിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏവരെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും അങ്ങയുടെ പൊന്നു കർത്താവിന്റെ പരമുള്ള കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്ന മഹത്വം കൊടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ സമയത്ത് സുവിശേഷ ഗാനാവലി 368 ഗീതം പാടുന്നതും ആ സമയത്ത് സ്തോത്രകാഴ്ച അർപ്പിക്കുന്നതുമാണ്. ശരണനെ സ്നേഹിച്ചുതൻ ജീവൻ
ഉന്നേശു തമ്പുരാൻ നല്ലോരുടെ ശരണനെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാത്മായി വന്നിടുമ്പോൾ കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാത്മായി വന്നിടുമ്പോൾ എന്നിൽ കനിഞ്ഞെന്നെ മാറോടാണ് എന്റെ സങ്കടത്തെ രക്ഷകനെ. എന്നിൽ കനിഞ്ഞെന്നെ മാറോടാണ് എന്റെ സങ്കടത്തെ രക്ഷകനെ. ഉന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകനെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഉന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകനെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. ഇവിടെ അർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന സ്തോത്രവാഴ്ച ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഡയോസിസിൻ്റെ ട്രഷറായിരിക്കുന്ന പ്രിയ ശമരിച്ചൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ നല്ല സമയത്തിനാഞ്ഞോട് സ്തോത്രം ചെയ്ത കർത്താവെ വിശ്വസിന്റെ ആരാധന സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഈ കാര്യത്തെ കടന്നിരുവാനും കർത്താവെ നിയമത്വപ്പെടുത്താൻ ഇടയാക്കി നൽകുക സ്തോത്രം ചെയ്ത കർത്താവെ കൃത്യമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കർത്താവെ അതിനെ ആരാധിക്കുന്ന ഒരു സമൂഹം കർത്താവെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്കും കർത്താവെ നിന്നെ മഹത്വപ്പെടുത്താൻ കണ്ടുനിൽക്കുന്ന എല്ലാ സഹവാസങ്ങളും സ്തോത്രം ചെയ്ത കർത്താവെ കൃത്യമായ കർത്താവെ ഞങ്ങളെ ഇന്ന് കർത്താവെ സ്തോത്രാഴ്ച കൃത്യമായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രതിഷ്ഠയിലെ അതൊരു കർത്താവെ അനുഗ്രഹമായി തീരുമാനങ്ങൾ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അർപ്പിച്ചങ്ങളെയൊക്കെ അങ്ങനെ മാനിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങേറ്റ് അനുഭവം നൽകുന്ന ദൈവമാണല്ലോ കർത്താവെ. വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിർച്ചണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ കൂടിയൊരു കർത്താവെ ഇത്രത്തോളം നീ അനുഗ്രഹമാക്കിയിരിക്കാൻ നിങ്ങളുടെ സ്തോത്രം ചെയ്ത കർത്താവെ. ഞങ്ങളുടെ അച്ഛന്മാരെയും കർത്താവെ ഞങ്ങളുടെ കൂടി ഒന്ന് എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കർത്താവെ ധാരാളമായി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. സകലോ യേശുനാമത്തിൽ അപേക്ഷിച്ച് കൃപയോട് കേൾക്കണമേ. ആമേൻ. തുടർന്ന് ദൈവവചനം സഹിപ്പാനായിട്ടുള്ള അവസരമാണ്. ഈ അവസരത്തിൽ ദൈവവചനം പങ്കിടുന്നത് യുവജന പ്രവർത്തന ബോർഡിൻ്റെ മുൻ സെക്രട്ടറിയും ഇപ്പോൾ സൗത്ത് കേരള ഡയോസിസിൻ്റെ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ജോർജനാണ്. സഭ അദ്ദേഹത്തിന് നൽകുന്ന ഇടവയോടൊപ്പം തന്നെ ദക്ഷിണ കേരള ഡയോസിസിൻ്റെ വിശാലമായിരിക്കുന്ന ഈ ഡയോസിസിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് അതിൻ്റെ ആസ്ഥാന സ്ഥലമായിരിക്കുന്ന ഈ വാളകത്ത് പണിതുകൊണ്ടിരിക്കുന്ന റിട്രീറ്റ് സെൻറ്റർ, അതുപോലെ തന്നെ ഡയോസിസൻ ഹെഡ് ആസ്ഥാനം, അതിൻ്റെ നിർമ്മാണ പദ്ധതികളിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് പ്രിയപ്പെട്ട അച്ഛൻ കൂടെ കേൾക്കുന്നതായിരിക്കുന്ന ദൈവിക ആലോചന നമുക്കേവർക്കും അനുഗ്രഹകരമായിരിക്കാൻ വലിയവനായ ദൈവം വരാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ക്വയർ ഒരു പാട്ട് പാടുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നതുമാണ്. കരുതുന്നുണ്ടവൻ
പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് വിവിധ സാഹചര്യങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവചനം ശ്രദ്ധിക്കുന്നതിനും വലിയ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് COVID-19 പ്രയാസത്തിൽ ലോകം മുഴുവനും ദുഃഖത്തിലും വേദനയിലും ഭയത്തിലുമൊക്കെ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാധനാലയങ്ങൾ തുറക്കുന്നതിനോ ഒരുമിച്ച് പോയി ദൈവത്തെ ആരാധിക്കുന്നതിനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ദൈവം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ ദൈവത്തെ നോക്കി വിളിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവം ഇടയാക്കി അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എത്രയും ബഹുമാനമുള്ള സഭയുടെ വികാരി ജനറലായിരിക്കുന്ന CK ജേക്കബ് അച്ഛൻ, വായി ശാമുവൽ അച്ഛൻ സഭയുടെ കൗൺസിൽ അംഗമാണ്. അജി തോമസ് അച്ഛൻ ഈ വീഡിയോ എടുക്കുന്നതിന് സഹായിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ശക്തമായ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ബെൻസൺ അച്ഛൻ കൊയർ പാട്ടുമായിട്ട് നമ്മളെ സഹായിക്കുന്നു. സുവിശേഷകൻ സുബിൻ രാജ് നമ്മളുടെ ഈ ആരാധനയിൽ സംബന്ധിക്കുക, അങ്ങനെ മറ്റ് പ്രിയപ്പെട്ടവരായി ഇതിൽ സംബന്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഈ ദൈവവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ചിന്തിക്കുന്ന ദൈവവചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ആരാധന നടക്കുന്നത് സൗത്ത് കേരള ഡയസിസിൻ്റെ സെൻറ്ററായി ആയിരിക്കുന്ന വാളകം, കൊട്ടാരക്കര വാളകത്ത് വെച്ച് നടക്കുന്നു. സഭയുടെ ആരംഭകാലം മുതൽ സൗത്ത് കേരള ഡയസിസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹകരമായി നടക്കുവാൻ ദൈവം സഹായിക്കുന്നു. പ്രത്യേകിച്ച് സഭ ഡയസിസിന് ഒരു ആസ്ഥാനം ഉണ്ടാകണമെന്നും ആ ആസ്ഥാനം ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച സാഹചര്യത്തിൽ ദൈവം തക്കതായ ഒരു സ്ഥലത്ത്, അതായത് കൊട്ടാരക്കര മേഴ്സി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരം മല, വളരെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഈ കൊട്ടാരം മലയിൽ നമുക്ക് സ്ഥലം തരികയും ഇവിടെ ഡയസിസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും യൂത്ത് സെന്ററും പണിയുവാനുള്ള കാര്യങ്ങൾ ഇത്രത്തോളം സഹായിക്കുകയും ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥന കൊണ്ടും സാമ്പത്തികമായും ദേഹാധ്വാനം കൊണ്ടും ഒക്കെ സഹായിക്കുന്ന എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. മാത്രമല്ല, തുടർന്നുള്ള പണികൾ പൂർത്തീകരിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഈ യൂത്ത് സെന്റർ, ഈ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രയോജനപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താ വിഷയമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക, ഓവർകമ്മിങ് സ്ട്രെസ് എന്നുള്ള വിഷയത്തെ ആധാരമായി ചിന്തിക്കുന്നതിനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് യെശയ്യാവ് 41:10. പ്രത്യേകിച്ച് വളരെ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ ഉരുവിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആശ്വാസം പകരുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ആരാധനയിൽ ഇപ്രകാരം സംബന്ധിക്കുന്നതിനും ദൈവവചനം കേൾക്കുന്നതിനും ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ആലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവേ, ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം അവിടുന്ന് ഞങ്ങൾക്ക് തന്നല്ലോ, നന്ദിയോടെ വാഴ്ത്തി. ഈ സമയത്ത് കർത്താവേ, ആലയങ്ങൾ തുറക്കുകയും അവിടെ സന്തോഷത്തോടെ എല്ലാവർക്കും കടന്നു വന്ന് കർത്താവെ പരിമിതികളില്ലാതെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സാഹചര്യത്തെ അവിടുന്ന് ഒരുക്കി തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിൻ്റെ ചുറ്റുമിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനം മനസ്സിലാക്കുവാൻ
ഞങ്ങളെ സഹായിക്കണം. ആത്മനിറവിൽ നിൽക്കുവാൻ അവിടുന്ന് ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ ഉണ്ടായി കേൾക്കണമേ. ആമേൻ. വളരെ സമ്മർദ്ദങ്ങളുള്ള ഒരു സമയമാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നമുക്കറിയാം, വാർത്തകളും പത്ര മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ വളരെ ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള, ഭയമുളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ അലിയിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ കാലങ്ങളിൽ ചിന്തിക്കുവാൻ, പ്രത്യേകിച്ച് ഇന്നത്തേക്കുള്ള ആ വിഷയം തന്നെ, സമ്മർദ്ദങ്ങൾ നമുക്ക് ധാരാളമായിട്ട് വരും. ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കണം. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്കൊക്കെ നയിക്കുന്നത്. നമുക്കറിയാമല്ലോ, റീസെൻ്റായിട്ട് വളരെ ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, കേരള ഗവൺമെൻറ് ഓൺലൈൻ വിദ്യാഭ്യാസം ആരംഭിച്ചു. ഒരു കുഞ്ഞിന് അത് പഠിക്കാൻ, അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നു. എനിക്ക് മൊബൈലില്ല, TV ഇല്ല എന്ന് കണ്ടപ്പോൾ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ കുഞ്ഞ് നിരാശയായി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. സമ്മർദ്ദങ്ങളെ, അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇന്ന് അത് വലിയ വിഷയമാണ്, വലിയൊരു പ്രശ്നമാണ്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ള ഒരു വിഷയം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസത്തെ, ഇന്നലത്തെ TV വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ വളരെ ശ്രദ്ധേയമായി നമ്മുടെയൊക്കെ ചിന്തയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. എന്താണ് വിഷയം? ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല, അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ടു. തൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. അദ്ദേഹത്തിന് നല്ല ഭാരം, വെയിറ്റുള്ളൊരു ചെറുപ്പക്കാരനാണ്. കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കാനോ നടക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ, ഇനി എന്തിനാ ജീവിക്കുന്നത്, എൻ്റെ ജീവിതം മതി, ജീവിതം നിരാശയില്ല. താൻ എന്താ ചെയ്തതെന്നാ? അതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി. അദ്ദേഹം ഒരു ഗുണ്ടാ സംഘത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതം അവസാനിപ്പിക്കണം. വളരെ തമാശയായിട്ട് നമുക്ക് തോന്നും. അതായത് തന്നെ കൊല്ലാൻ ഗുണ്ടകളെ ഏർപ്പെടുത്തുക. ഗുണ്ടകൾ പറഞ്ഞ് എനിക്ക് 1 ലക്ഷം രൂപ വേണം. അദ്ദേഹം പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ അത്രയില്ല, 50,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. 50,000 രൂപ. അങ്ങനെ 50,000 രൂപയ്ക്ക് ഗുണ്ടാ സംഘത്തിന് തന്നെ കൊല്ലുവാൻ, തന്നെ നശിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ ശക്തമായ മഴയുള്ള ഒരു രാത്രിയാണ്, രാത്രി ഇത്ര സമയത്ത് വരും, അദ്ദേഹം വന്ന് എന്നെ കൊല്ലും. മണിക്കൂറുകൾ എഴഞ്ഞു നീങ്ങി. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ആരാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു, ഇനി ഇല്ല, കാര്യം ശരിയാ, തീരുമാനമെടുത്തു. പണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും പണം കെട്ടി തൻ്റെ കട്ടിലിൻ്റെ അടിയിൽ സുരക്ഷിതമായിട്ട് വച്ചു. അതിനുശേഷം തന്നെ കൊലപ്പെടുത്താൻ വരുന്ന, തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ കാത്ത ചെവി ഓർത്തിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം. അദ്ദേഹം പറയുന്നത് TV-യിൽ കൂടെ കണ്ട കാര്യമാണ്. എങ്ങനെ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു, സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതെ പോകും. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവർക്ക് വണ്ടി വന്ന വഴിക്ക് കേടായി വരാൻ സാധിച്ചില്ല. ആ മരണം അല്ലെങ്കിൽ കൊലപാതകം നടന്നില്ല. അദ്ദേഹം ഇന്ന് ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. ഇനിയും ജീവിക്കണം, ഒരാശ വന്നു, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം ജീവിതത്തിൽ വന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അനേക കുടുംബങ്ങളിൽ, അനേക വ്യക്തി ജീവിതങ്ങളിൽ വിവിധങ്ങളായ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ പലതുമാകാം. സാമ്പത്തിക പ്രതിസന്ധിയാകാം. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ ക്രിസ്തീയ സമൂഹത്തിൽ നമുക്കറിയാം, മരണാനന്തര ശുശ്രൂഷയൊക്കെ വളരെ ഭവ്യമായി, അനുഗ്രഹകരമായി നടത്തണം എന്ന് ചിന്തിക്കുകയും ദൈവത്തിന്റെ വചനം അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അതിനുപോലും ഒരു സാഹചര്യം ലഭിക്കാതെ വളരെ നീർന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം. ജീവിതം ഇനി എന്തിനാണ്, അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ജീവിതം അവസാനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനോ നമുക്ക് സാധ്യമല്ല. അങ്ങനെയാണ് ഒരു ശതമാനം ആൾക്കാർ പോകുന്നത്. തങ്ങളുടെ ജീവിതം, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് അബ്സ്കോണ്ട് ചെയ്യുക, അവിടുന്ന് ഒളിച്ചോടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനെന്ത് ചെയ്യും? മദ്യം കഴിക്കുന്നു,
കഞ്ചാവ് ഉപയോഗിക്കുന്നു, മറ്റ് പല സാഹചര്യങ്ങളിൽ കൂടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്നാൽ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വളരെ വളരെ വലുതാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിതിനെ ഓവർകം ചെയ്യണം, നമുക്കിതിനെ അതിജീവിച്ചെങ്കിലേ മതിയാകുള്ളൂ. അതിന് ദൈവത്തിന്റെ വചനം അതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ വളരെ കൂടുതൽ ദൈവമക്കളെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ നമുക്ക് ഈ 41-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാം ആ രീതിയിൽ ചിന്തിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും ചില വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നമ്മെ നിർമ്മിച്ച, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ പറ്റി ഉദ്ദേശമുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണമെന്നുമുള്ള കാര്യം ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രോബ്ലം ഈസ് എ റിയൽ വൺ, ഐഡന്റിഫൈഡ്. പ്രശ്നം മുഖാന്തരമാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. പ്രോബ്ലം ആണല്ലോ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്ന മെന്റൽ ഡിസ്ട്രെസ്, വറി കോസ്ഡ് ബൈ പ്രോബ്ലംസ്. അതിനാണ് സ്ട്രെസ് എന്ന ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സ്ട്രെസ് എന്താണെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും നമ്മൾ ഉൾക്കൊള്ളണം. അതൊരു വലിയ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്, ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയലാണ്. രണ്ടാമത്, ഈ പ്രശ്നത്തിന്, ഈ പ്രോബ്ലത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രോമിസസ് ധാരാളം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. മൂന്നാമതായിട്ട്, ഈ വാഗ്ദത്തങ്ങൾ നമ്മളുടേതായിട്ട് മാറണമെങ്കിൽ നമ്മളുടെ പൊസിഷൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ, ഐഡന്റിഫൈ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ വേഗം ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഒന്ന്, നമ്മുടെ പ്രശ്നങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഒരു ഇല്യൂഷൻ അല്ല. പത്രോസ് ലേഖനം എഴുതുമ്പോൾ തൻ്റെ വിശ്വാസികളോട് പറയാ, നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് റിയൽ അല്ലെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ എന്തോ സ്ട്രേഞ്ച്, ആർക്കും സംഭവിക്കാത്ത കാര്യം എനിക്ക് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനല്ല, അതൊരു റിയലാണ്. പത്രോസ് പറയാം, അല്ല, യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, യേശുക്രിസ്തു നിങ്ങൾക്ക് ലോകത്ത് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോ യേശുക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രോബ്ലം, പ്രശ്നങ്ങൾ നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന, നമ്മളെ എന്താ പറയുന്നത്, മൂഡ് ഓഫ് ആകുകയോ അല്ലെങ്കിൽ ജീവിതം മടുക്കുകയോ ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങളിലേക്ക് നയിക്കുന്നതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു, പ്രശ്നം എന്ന് പറഞ്ഞു. അതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ ഇത് എന്തോ സ്ട്രെയിറ്റ് ആണ് നമ്മൾ ചിന്തിക്കരുത്. അതാണ് അത്യാവശ്യമായിട്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ പ്രത്യേകമായിട്ട് ഇതിനോട് വന്ന് എനിക്ക് മാത്രമുള്ളതല്ല ഈ പ്രശ്നം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ്. അതുപോലെ പത്രോസ് പറയാം, നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു സ്ട്രേഞ്ച് അല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് അനേക നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ അനേക അവർ പ്രസംഗിക്കുന്നതായിട്ട്, ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ, ദൈവമക്കളായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, എപ്പോഴും അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ജീവിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്, അതിന്റെ വ്യവസ്ഥകളോട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, സ്ട്രെസ്, ടെൻഷൻ, അത് മുഖാന്തരം ഉണ്ടാകുന്ന ഭയം, ആൻസൈറ്റി, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ പ്രശ്നം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ദൈവത്തിന് വചനത്തെ പഠിപ്പിക്കും. നമുക്കറിയാം, യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മൈ സോൾ ഈസ് ഓവർവെൽംഡ് വിത്ത് സോറോ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. മരണകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയായി താൻ കലങ്ങുവാനും വിലപിക്കുവാനും ചെയ്യുന്നു എന്ന യേശുക്രിസ്തുവിനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. കരച്ചിൽ, സങ്കടം,
വേദന. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ദൈവമക്കൾക്ക് ഇതില്ല, ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല. യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മരണത്തോടടുക്കുന്ന സമയത്ത് അതാ നമുക്ക് കാണാൻ സാധിക്കുന്ന രക്തത്തുള്ളികളായിട്ട് തൻ്റെ വിയർപ്പ് ഒഴുകുന്നതായിട്ട് ആ സ്ട്രെസ്സിന്റെ അതാണ്, ആ സ്ട്രെസ്സിന്റെ ആ പ്രതിസന്ധിയുടെ ആ വലിയ ആ പോരാട്ടത്തിൽ നമുക്ക് അദ്ദേഹം അതിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗലോസിനെ പറ്റി പറഞ്ഞ മാനസിക സംഘർഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കടലിലെ ആപത്ത്, സഹോദരന്മാരുള്ള ആപത്ത്, ഒരുപാട് പ്രതിസന്ധികൾ കർത്താവിന്റെ വേല ചെയ്യുന്നതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകം മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്ന സംഗതി അതാണ്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ഫ്രം ജെനസിസ് till Revelation, when we look into the word of God, we see that the problems are there in our lives. We cannot abscond it. We cannot escape it. We have to go through it. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഇതിനെ നമ്മൾ അതിജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ്. ഇതൊരു പുതുമയല്ല, ഒരു സംഗതിയല്ല, എനിക്ക് ഇതിനെ അതിജീവിച്ചേ മതിയാകൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. യേശു കർത്താവ് കടന്നുപോയി. നമ്മുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ, നമ്മുടെ ജീവിതം, നമ്മുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഏലിയാവ് കർത്താവേ മതി, ഇനി അങ്ങ് എടുക്കണം, എൻ്റെ ജീവിതം മതി. എന്നെ ഏലിയാവിനെ വെല്ലുവിളിച്ചപ്പോൾ, തന്നെ വെല്ലുവിളിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതം ആകെ ഡിസ്ട്രെസ് ആയിട്ട്, ഡിസപ്പോയിന്റഡ് ആയിട്ട്, വളരെ പ്രയാസമായിട്ടുള്ള സാഹചര്യം. കർത്താവേ ഇനി എന്നെ അങ്ങ് എടുത്തോണെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി എന്താ കിടന്ന് അവിടെ നിലവിളിക്കുന്ന, അല്ലെങ്കിൽ വളരെ വേദനയായിട്ട് ജീവിതം മടുക്കുന്നു എന്നുള്ളൊരു അനുഭവത്തിൽ. അപ്പോൾ ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലേക്ക്, ഭാഗത്തിലേക്ക്, ഏത് ലോകത്തിൽ എവിടെ പോയാലും ഇതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. സോ വാട്ട്, എനിക്കും നിങ്ങൾക്കും ഇതിലൊരു വഴിയുണ്ട്. We have a way out. So we need to go through, when we go through the problems, we need to understand that there is a way out. നമുക്കിതിന് ഒരു വെളിയില്ല, ഒരു മാറ്റം, ഇതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്താണ് പ്രോമിസസ് പഠിപ്പിക്കുന്നത്? ഈ പുസ്തകം, ദൈവത്തിന്റെ വചനം, ഫുൾ ഓഫ് പ്രോമിസസ്, ഇഷ്ടം പോലുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ നീ ഭയപ്പെടേണ്ട. പറയല്ലോ, ദൈവമക്കളായിരിക്കും നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നീ ഭയപ്പെടേണ്ട. അപ്പോൾ പ്രതിസന്ധി ഉണ്ട്, പ്രശ്നമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു റിയലാണ്. അതിന്റെ മധ്യത്തിൽ God is there telling that fear not, നീ ഭയപ്പെടേണ്ട. ഇവിടെ ദൈവത്തിന്റെ പറയുന്നത് നീ ഭയപ്പെടേണ്ട. എന്താ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, പോകാനുള്ള സമയമില്ല, അതിനുള്ള അവസരവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ കോൺക്രീറ്റ് ആയിരിക്കുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം വാഗ്ദത്തം തന്നിരിക്കുകയാണ്. The problem is where we are in our position. ദൈവം നിന്നോട് കൂടെയുണ്ട്, ഞാൻ ദൈവത്തോടൊപ്പമാണോ എന്നുള്ളതാണ് ഒരു വിഷയം. നമുക്കൊക്കെ ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം വന്നപ്പോൾ ആദാവുമായി ഓടിച്ചു. ദൈവത്തിന്റെ പ്രസൻസിൽ ജീവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ സൃഷ്ടിച്ചാക്കിയ ആദാമുവായും ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ അതുവരെ ഇല്ലാത്ത സമയം ഒരുമിച്ച് നടന്ന ആ ദൈവത്തോടു കൂടെ നടന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആദാമുവായും ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒളിക്കുക. ഇതൊരു വിഷയം. ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട്, പക്ഷേ നീ അവിടെ ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഞാനിപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്താ പറയാ? ഞാൻ ദൈവമാണ്, ഞാൻ നിന്നെ ഇവിടെ വായിക്കുന്നു ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്നിട്ട് എന്താ പ്രോമിസ് പറഞ്ഞിട്ട് താഴോട്ട് പറയാം. ഈ വാക്യം മാത്രമല്ല, വളരെ മനോഹരമായിരിക്കുന്ന സംഗതി ഇന്ന് വായിക്കുന്ന 11-ാം വാക്യം, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നമ്മുടെ പ്രശ്നങ്ങൾ വിവിധമാണ്, നമ്മുടെ പ്രതിസന്ധികൾ വിവിധമാണ്. ചിലപ്പം ഒരുപക്ഷെ ആൾക്കാരായിരിക്കാം, ശത്രുക്കളായിരിക്കാം, നമ്മളെ ഇഷ്ടമില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗമായിരിക്കാം, പലതാണ്. ഇവിടെ വായിക്കുന്നത്, എടാ ഞാനുണ്ട് നിന്റെ കൂടെ,
നിന്റെ സ്ട്രെസ്സില്, നിന്റെ പ്രതിസന്ധിയില് നിനക്ക് ഓവർകം ചെയ്യാൻ, നിന്നെ അതിനെ അതിജീവിക്കാൻ ഞാൻ നിന്നോട് കൂടെ. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വായിക്കുന്നത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. ഇല്ലാതെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. പക്ഷെ ദൈവം നീതിമാനാണ്, ദൈവത്തിനൊരു നീതി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നു. താഴോട്ട് വായിച്ചാട്ടെ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ കാണുന്ന സംഗതിയാണ്. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാണ്. ദൈവത്തിന്റെ പ്രോമിസ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്കെതിരെ വരുന്ന എന്ത് പ്രതിസന്ധിയായാലും എന്തായാലും നീ പിന്നെ കാണത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും ഉണ്ടാക്കി മനുഷ്യന് വേണ്ടതെല്ലാം ഒരുക്കി തന്ന ആ ദൈവം എന്നോടും നിങ്ങളോടും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ മതിയായിട്ടുള്ള ഒരു ദൈവം. അവിടെ വായിക്കുന്നതാ, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാണ്. നിന്നോട് യുദ്ധം ചെയ്തവർ നാസ്തിത്വവും ഇല്ലായ്മയായും നീ പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവര് നാസ്തിത്വം ഇല്ലായ്മയാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാം. ഇസ്രായേലുമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാമല്ലോ, അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ ജനം വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ്. അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ നമുക്കറിയാം, ശത്രുക്കളും രാജ്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയും യുദ്ധങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, ആ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സ്ട്രെസ്സിന്റെയും പ്രതിസന്ധികളുടെയും പരിഹാരകനായിട്ട് നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ള സംഗതിയാണ്. അതവിടെ വായിക്കുമ്പോൾ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. വീണ്ടും വീണ്ടും ആ വാഗ്ദത്തം കാണിക്കുക. എന്നിട്ട് പറയാം 14-ാം വാക്യം, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ ഭയപ്പെടേണ്ട. ദൈവം യാക്കോബിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അഡ്രസ് ചെയ്യുക. എടാ, നീ ഒരു പുഴുവല്ലയോ? കണ്ണിന് പോലും കാണാൻ സാധിക്കാത്ത ഒരു ചെറിയ ഒരു വൈറസ് ലോക രാഷ്ട്രങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തി ഭീതിയിലാക്കിയിരിക്കുക. അപ്പൊ നീ ഏതാണ്ടാണ്, സംതിങ് ആണെന്ന്. അതുകൊണ്ടാ ഒരുപക്ഷെ ദൈവം അവിടെ അങ്ങനെ പറയുക, പുഴുവായ എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നുമില്ല ക്ലെയിം ചെയ്യാൻ, നമുക്കൊന്നുമില്ല, നീ ഒന്നുമില്ല. അപ്പോൾ സർവശക്തനായിട്ടുള്ള ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അത് വായിക്കാം, നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. ഇനി താഴോട്ടുള്ള ആ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് എ മിയർ പ്രസൻസ്. ഗോഡ് ക്യാൻ ചേഞ്ച് our destiny. ദൈവം നമ്മുടെ സാധ്യതകളെ മാറ്റാൻ സാധിക്കുന്ന ദൈവമാണ്. എന്നിട്ട് താഴോട്ട്, നമുക്ക് മുഴുവൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ താഴോട്ട് വായിക്കണം. അവിടെ വായിക്കുന്നത്, നീ അവയെ പാറ്റി, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും, നീയോ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു സമയം. ഒരു വാക്യമാണ്, 18-ാം വാക്യം കൂടെ മുഴുവൻ വായിക്കുന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടുക. ഞാൻ താഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. വളരെ എത്ര മനോഹരമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പ്രിയപ്പെട്ടവര്. നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കണം, ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് ജീവിതത്തെ പഴിക്കുകയും മാതാപിതാക്കളെ, നമുക്ക് ജന്മം നൽകിയ ഈ ലോകത്തുള്ള പ്രിയപ്പെട്ടവരെ പഴിക്കുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം പറയുന്നതാണ്, ഞാൻ പാഴ്മലകളിൽ നദികളെ ഒരുക്കും. വിശദമാക്കാൻ സമയമില്ലല്ലോ. പാഴായിട്ട് തോന്നുന്ന സമയം നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തിനാ പാഴാണ്, ഒരു പ്രയോജനവുമില്ല, ഒരു ഗുണവും ഇല്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും. പാഴ് ഞാൻ നദികളെയും താഴ്വരയുടെ നടുവിൽ ഉറവുകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയാക്കും. മനോഹരം. ഒരു ഹാർവസ്റ്റിന്റെ ഒരു സമൃദ്ധിയുടെ ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന്
പച്ചപ്പിന്റെ ഒരു അനുഭവത്തിലേക്ക്, ഒരു പ്ലെന്റിഫുള്ളിന്റെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റാൻ ആരാ? നിരാശനായി കിടക്കും. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ജീവിതം കൊട്ടേഷൻ കൊടുത്ത് ജീവിതം ലോകത്ത് നിന്ന് അവസാനിപ്പിക്കാൻ അവൻ പറയുന്നത് ഇനി എനിക്ക് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ആശയത്തിൽ കിടക്കുന്ന അനേകരെ ദൈവത്തിന്റെ വചനത്താൽ അവരെ ശക്തിപ്പെടുത്തി പച്ചയായ അനുഭവങ്ങളിലേക്ക്, സമൃദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് നടത്തിയ അനേക ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ തന്നെ ജീവിതങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവർ, യാതൊരു അഡ്രസ്സും ഇല്ലാതിരുന്നവര്, ഐഡന്റിറ്റി ഇല്ലാതിരുന്നവര്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച വ്യാകുലപ്പെട്ട് ജീവിതം വളരെ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലർക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്. ഇതൊന്നല്ല, ധാരാളം വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് സ്ട്രെസ്സിനെ, ഞാൻ അതിന്റെ വിധങ്ങളെയും വഴികളെയും ഒന്നും വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കണം. അത് നമ്മൾ എടുക്കണം, നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മുടെ ഇത് ഓണപ്പാക്കണം എന്നുള്ള സംഗതി. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഈ സ്ട്രെസ് പ്രതിസന്ധി കൊണ്ട്, പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതൊരു റിയലാണ്. ഇതൊരു ആശ്ചര്യപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് അതിനൊരു വഴിയുണ്ട്, വേ ഔട്ടുണ്ട്. ഈ വഴി ദൈവത്തിന്റെ വചനത്തിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. അതിന് ഒരു വാഗ്ദത്തമാണ് നമ്മളിവിടെ കണ്ടത്. മാറ്റും, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ തന്നെ അനേക ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ലാതെ ഞാൻ പോകുന്നില്ല. മൂന്നാമതായിട്ട് ഇത് സാധ്യമായി തീരണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ ആ ഭാഗത്ത് തന്നെ നമ്മുടെ പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പൊസിഷൻ ക്ലിയർ ആക്കണം. ഇത് ആരോട് അഡ്രസ് ചെയ്യുന്നറിയാമോ? ഈ വാഗ്ദത്തങ്ങൾ. 8ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. 8ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീയോ എൻ്റെ ദാസനായ ഇസ്രായേൽ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. 3 വാക്കുകൾ വളരെ പ്രസക്തമാണ്. ആ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യണം, ഓവർകം ചെയ്യണം. നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. അത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. അത് പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തമായി തീരണമെങ്കിൽ എന്താ കാണുന്നത്? ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? ദൈവം അഡ്രസ് ചെയ്യുന്ന വാക്കുകൾ, 3 വാക്കുകൾ വളരെ പ്രസക്തം. എന്താ? എൻ്റെ ദാസനായ ഇസ്രായേൽ. ആരാ ദാസൻ? നമുക്കറിയാം വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ദാസൻ എന്ന് വെച്ചാൽ ഒരു അടിമയാണ്, തിരിച്ചു ചോദിക്കാത്ത, മാസ്റ്റർ യജമാനൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുന്ന ഒരു ദാസൻ അഡ്രസ് ചെയ്തിരിക്കാൻ. രണ്ടാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബ്. നമ്മളല്ലോ അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ ചിന്തിക്കുന്ന നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ സംഗതിയല്ല. ഇവിടെ പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബ്, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. ഇത് എന്താ പറയുന്നത്? അഡ്രസ് ചെയ്യുന്ന ഒരു സമൂഹത്തെ ഇസ്രായേലിനെ അഡ്രസ് ചെയ്യുന്നെങ്കിലും അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു പൊസിഷൻ. വേർ ആർ വി നൗ? പൗലോസ് താൻ ലേഖനം എഴുതുമ്പോഴൊക്കെ താൻ പഠിപ്പിക്കുന്നത് യേശുവിന്റെ ദാസനാണ്. എന്താ ദാസൻ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല്, ദൈവമേ ഞാൻ നിന്റെ വകയാണ് എന്ന് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് എന്ത് കൽപ്പിച്ചാലും ഞാൻ സ്വീകരിക്കാം എന്ന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം വേണം. There is no shortcut. യഥാർത്ഥ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതിനൊരു ഷോർട്ട് കട്ട് ഇല്ല. If you are in the hands of our great God, then God's promises are of yours. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. നമ്മൾ ദാസനായിട്ട് പറയും. എനിക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, ദൈവത്തിന്റെ ദാസനാണ്, കർത്താവിന്റെ ദാസനാണ്. പക്ഷേ ഒരു ഡിമാൻഡ് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്ത് അത് തെളിയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ദാസത്വം, നമ്മുടെ ഡിസൈപ്പിൾഷിപ്പും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ. ആർ വി ഇലക്റ്റഡ്? ആർ വി
എമംഗ് ദി ഇലക്റ്റഡ്, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് വഴിയെ പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, വഴിയെ പോകുന്നവർക്ക് വേണ്ടിയാണ്. When they come to the Lord, when they accept Jesus as their personal savior, yes, നമ്മളും മക്കളും അവകാശികളുമായി തീരുക. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. പത്രോസ് നമ്മൾ പറയുന്നത് നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. You make every effort to make sure that you are elected, you are chosen by God. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് നീ make sure that നീ ഉറപ്പാക്കണമെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും കുറേ കൂടി ഇഷ്ടമുള്ള മറ്റൊരു പദമാണ് ദൈവം അബ്രഹാമിനെ പറ്റി. അബ്രഹാം ആരാ? ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. സ്നേഹിതൻ. ഈ 3 വാക്കിനും ഓരോ ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഫസ്റ്റ് ഒരു സെർവന്റിന്റെ ലെവൽ. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ക്ഷണിച്ച് വരുത്തുന്ന ആള്, പ്രധാനപ്പെട്ട ആൾക്കാർ. നോക്കണം, ദൈവം വിളിക്കുക. ഒന്ന്, നീ എൻ്റെ ദാസനാണ്. രണ്ടാമത്, നീ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. മൂന്നാമത്, എൻ്റെ സ്നേഹിതൻ. ഒരു പടി കൂടെ. നമുക്ക് ഒത്തിരി പേരെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിക്കും. പക്ഷേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വളരെ ദൈവത്തിൻ്റെ സ്നേഹിതനാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സംഗതിയാണ്. ബി എ ഫ്രണ്ട് ഓഫ് ഗോഡ്. യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരായിട്ടല്ല കണക്കാക്കുന്നത്. യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ സ്നേഹിതനാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവർ. എത്ര മനോഹരമായിട്ടുള്ള സാഹചര്യം. എന്നിട്ട് പറയാം, അബ്രഹാമിന്റെ സ്നേഹിതനാണ്. വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. യെസ്, ഈ പദവി അബ്രഹാമിന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഐ ക്യാൻ ബി എ ഫ്രണ്ട്. യു ക്യാൻ ബി എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു ഫ്രണ്ടായി തീരുവാൻ നമുക്ക് സാധിക്കും. അവന്റെ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് വരും, പ്രതിസന്ധികൾ വരും, ജീവിതം മടുത്തു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരും. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉൾക്കൊള്ളണം. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിൽ നിന്നൊരു പോംവഴിയുണ്ട്. എന്താണ്? ദൈവത്തിന്റെ വചനം. ദൈവവചനം, അതാണ് പ്രോമിസസ് ഓഫ് ഗോഡ്. ഈ വചനം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അതിൽ ആ വാഗ്ദത്തങ്ങൾ നമ്മുടേതാണ്. ആകണമെങ്കിൽ അവിടെ ഒരു പൊസിഷൻ. എന്താ പൊസിഷൻ? കർത്താവിന്റെ ദാസനാണ്. അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അവൻ്റെ ഒരു ഫ്രണ്ടായിട്ട്, ഒരു സഹപാഠിയായിട്ട്, ഒരു കൂട്ടുകാരനായിട്ട് ആയിത്തീരുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അവിടെയാണ് പൗലോസ് പറയുന്നത്, സന്തോഷിപ്പിൻ. പുതിയതായിട്ടുള്ള കാണുന്നതാ. സന്തോഷിപ്പിൻ. ആർക്കാ സന്തോഷിക്കാൻ സാധിക്കും? ദൈവമക്കൾക്ക് സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. പ്രതിസന്ധിയിൽ ആർക്കാ സന്തോഷിക്കാൻ സാധിക്കും? പാടുള്ള സംഗതിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെടുമ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, നമുക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ അവിടെ സാധിക്കുന്നത്. ഫിലിപ്പിലെ നമ്മൾ കണ്ടത് അവിടെ വായിക്കുന്നില്ല. സന്തോഷിക്കാൻ ഞാൻ പിന്നെയും പറയുന്നു. ആരാ? കാരാഗ്രഹത്തിൽ കിടന്ന പ്രതിസന്ധിയുടെ മധ്യത്തില് സന്തോഷിച്ചുകൊണ്ട് പറയാം, മറ്റുള്ളവരോട് പറഞ്ഞ് സന്തോഷിപ്പിക്കും. എന്നിട്ട് പറയാം, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. പ്രിയപ്പെട്ടവര്, ടെസ്റ്റിംഗ് പോയിന്റ്, നമ്മുടെ സ്ട്രെസ് നമ്മളെ ഭരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇവൻ എങ്ങനെ ഇതിനെ ബിഹേവ് ചെയ്യും, നമ്മൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും. ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൗമ്യത വെളിപ്പെടുത്തി എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥനയോടെ, അപേക്ഷയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പൗലോസിന്റെ ഇക്വേഷനാണ്. പ്രതിസന്ധിയിൽ തരണം ചെയ്യുവാനുള്ള പൗലോസിന്റെ പരിപാടിയാണ്. സന്തോഷിക്കുക, സൗമ്യതയായിട്ടിരിക്കുക, പ്രതിസന്ധിയിൽ ശാന്തമായിട്ടിരിക്കുക. നിന്റെ പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്ലീസ് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ 3 കാര്യങ്ങൾ. ഫസ്റ്റ്, പ്രോബ്ലം is real. Then second, there are promises. Yes, the word of God full of God's promises. Own up it. നമ്മൾ സ്വന്തമാക്കും. Thirdly, നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കുന്ന സംഗതി, നമ്മുടെ പൊസിഷൻ ദൈവത്തിൽ. നമ്മുടെ പൊസിഷൻ എന്താണ്? പ്രോബ്ലം,
നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രോമിസസ്, നമ്മുടെ പൊസിഷൻ, ദൈവത്തിലുള്ള ആ പൊസിഷൻ. ഞാൻ എമി കാർമൈക്കലിനെ പറ്റി ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്ന് അനേക ദുരാചാരങ്ങളും അനാചാരങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി ഒരു മിഷണറിയായി വളരെ ശക്തിയോടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു ദൈവദാസൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു ആക്സിഡന്റ് വന്ന് ചില വർഷങ്ങൾ ഒരേ ബെഡിൽ കിടക്കുന്ന സമയത്ത് ബില്ലി ഗ്രഹാം, നമുക്കറിയാം ബില്ലി ഗ്രഹാം പിന്നീടാണ് ഇന്ത്യയിൽ വരാൻ സാധിക്കാത്തൊരു സാഹചര്യം. അന്ന് ബില്ലി ഗ്രഹാം ഈ ഇന്ത്യയിൽ വന്ന് ഇവരെ സന്ദർശിച്ചപ്പോൾ ബില്ലി ഗ്രഹാമിന്റെ അനുഭവത്തിൽ തൻ്റെ ജീവിത ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. താൻ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് അവിടുന്ന് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് പ്രാർത്ഥിച്ചു. ബില്ലി ഗ്രഹാം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ബില്ലി ഗ്രഹാം തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എനിക്ക് ആ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ ശക്തി എനിക്ക് അനുഭവിക്കാൻ അവിടെ സാധിച്ചു. അതായത് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി യാത്ര തിരിച്ച് ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ച് അവിടെ കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് തൻ്റെ അനുഭവം ബില്ലി ഗ്രഹാം തൻ്റെ അനുഭവമായിട്ട് എഴുതി വച്ചിരിക്കുന്ന സംഗതി. പലപ്പോഴും നമ്മുടെയൊക്കെ കിടക്കകളും നമ്മുടെ ജീവിത മേഖലകളുമൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്ന ഒരു അനുഭവമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, സ്ട്രെസ്, പ്രതിസന്ധി, പ്രശ്നം, ആൻസൈറ്റിയെ ഓവർകം ചെയ്യാൻ വേദപുസ്തകത്തിൽ പ്രൊവിഷൻ ഉള്ളപ്പോൾ, എന്നെയും നിങ്ങളെയും ശക്തനാക്കുന്ന ഒരു ദൈവം ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും ദൈവകൃപയും നമുക്ക് തന്ന് നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ നിരാശയാണോ, പിറുപിറുപ്പാണോ, ജീവിതം അവസാനിപ്പിക്കാൻ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണോ, അതോ ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ ഏത് വിസിറ്റർ വന്നാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഒരു അനുഭവം? നമുക്കറിയാം, ചില അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ അവിടെ ജീവിത സായാഹ്നം വരുമ്പോഴാണ് ഭയങ്കര നിരാശയൊക്കെ വരുന്നത്. അവിടെ ദൈവകൃപയിൽ നിറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 2 വാക്കുകൊണ്ട് അവസാനിപ്പിക്കും. നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വഴി. There is a problem. There are promises. Then there is a position in our ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള നമ്മുടെ സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ്, our position in the Lord നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ മുന്നോട്ട് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വലിയവനായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ നമുക്കൊരുക്കാം. കേട്ട ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വലിയ പ്രതിസന്ധികളുള്ളൊരു ലോകത്തിൽ, സ്ട്രെസ് ഉള്ളൊരു ലോകത്തിൽ, ജീവിതം മതി ആക്കുന്ന ഒരു സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കുണ്ട്. അതിൽ ആശ്രയിക്കാം. നമ്മുടെ സ്ഥാനം, ദൈവസന്നിധിയിലുള്ള നമ്മുടെ സ്ഥാനം എങ്ങനെയുണ്ടെന്ന് നമ്മളെ കേൾപ്പിച്ചു. അതൊന്ന് മനസ്സിലാക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ഈ ആരാധനയുടെ പ്രാരംഭം മുതൽ ഈ സമയം വരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയ പ്രതിസന്ധികളുള്ളൊരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെ വേദനയിൽ കഴിയുന്ന ഒരു സാഹചര്യം. മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ശുശ്രൂഷ പോലും ശരിയായ രീതിയിൽ ലഭിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. ഭവനത്തിൽ നിന്ന് വെളിയിൽ പോയാൽ
ആരൊക്കെയാണ് കണ്ടുമുട്ടുന്നത്? ഇനി കൊറോണ വൈറസുമായിട്ടാണോ തിരികെ ഭവനത്തിലേക്ക് പോകുന്നത് എന്നുള്ള സംശയവും ഭയവുമുള്ള ഒരു സാഹചര്യത്തിൽ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്കായി ജീവിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. ലോകത്തിലെ കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒരു യാഥാർത്ഥ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ കർത്താവേ, ഇതൊരു വലിയ സ്ട്രെയിഞ്ചാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത് ജീവിക്കുവാൻ ദൈവം വചനം ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ വായിക്കും, പലപ്പോഴും ഞങ്ങൾ കേൾക്കും, പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കർത്താവെ ഉൾക്കൊള്ളുവാനോ അത് ജീവിതത്തിൽ കർത്താവെ പ്രയോജനപ്പെടുത്തുവാനോ പലപ്പോഴും സാധ്യമാകുന്നില്ല കർത്താവെ. കാരണം ഞങ്ങളുടെ പൊസിഷൻ, ഞങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം വളരെ വികലമാണ്, വ്യത്യാസമാണ്. ദൈവം അഡ്രസ്സ് ചെയ്യുന്നത് എൻ്റെ ദാസനായ യാക്കോബെ, ദൈവം അഡ്രസ്സ് ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ, എൻ്റെ സുഹൃത്തായ അബ്രഹാമിൻ്റെ സന്തതിയെ എന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ, ആ പദവികളിലേക്ക് ഉയരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങളുടെ ദോഷികളും പാപികളും ഒക്കെ ആയിരുന്നു. പുത്രൻ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവ കൃപ തന്ന് നീ ഞങ്ങളെ നടത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. മുമ്പിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായാലും കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് നിന്നിലുള്ള സ്ഥാനം ഉറപ്പാക്കിക്കൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവരുടെ മക്കളെ അനുഗ്രഹിക്കണം. അവിടുത്തെ നാമമഹത്വം എടുക്കണം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയയുണ്ടായി കേൾക്കണമേ. ആമേൻ. ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായിരിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതൃത്വ പരിശുദ്ധാത്മാവാം പ്രിയ ദൈവത്തിൻ്റെ സ്നേഹവും കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം കേട്ടതായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന വചനത്തോടെയും വചനം സംസാരിച്ച അവിടെ വലിയ ദാസനോടുകൂടെയും ഇപ്പോഴും എപ്പോഴും അവിടുത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.